ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് നേരത്തെ തന്നെ പണി തുടങ്ങുകയാണ് കേട്ടോ. പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ശബരിമലയ്ക്ക് പോകണ എൻ്റെ വ്രതത്തിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് എന്നിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി കുളിയും പിന്നെ കുക്കിങ്ങും എല്ലാം. ഇന്ന് രാവിലെ എണീക്കുമ്പോഴേ ചെറിയ മഴയുണ്ട്, നല്ല ഇടി മിന്നലും ചെറിയ മഴയാണ്. ഇപ്പോൾ വീഡിയോയിലൊന്നും കാണുന്നില്ല, അതിങ്ങനെ ചാറ്റൽ മഴയായിട്ട് നിൽക്കുകയായിരുന്നു. അതിപ്പോൾ മഴ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റൽ മഴ, അത്രയേ ഉള്ളൂ. വീഡിയോയിലൊന്നും കാണാൻ കിട്ടുന്നില്ല. രാവിലെ തന്നെ കറണ്ടില്ല, ഇടയ്ക്ക് വന്നും പോയി കൊണ്ടായിരിക്കുന്നത്. അതാണ് ആ ലൈറ്റ് വാം ലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അത് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതല്ല, അതിങ്ങനെ ക്യാമറയിൽ അങ്ങനെയാണ് കാണുക. വെളിച്ചം അധികം ഇല്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്കായ പോലെയാണ് കാണുക. ഇടയ്ക്ക് വരുന്നുണ്ട് കറണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാറില്ല. അത് മുൻപ് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഇപ്പം അത് ഭദ്രമായിട്ട് ഞാനത് മടക്കി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീരെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാറില്ല. അടിച്ചു വരുന്നതിൻ്റെ മുന്നേ ചെറുതായിട്ടൊന്ന് മാറാലോ തട്ടാന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട്, അങ്ങനെ മുകളിലൊന്നുമില്ല, സൈഡിലും വല്ല ഫോട്ടോ ഫ്രെയിംസിൻ്റെ അവിടെയും ജനലിൻ്റെ മുകളിലൊക്കെ ഒന്നിങ്ങനെ മാറാല. അത് പിന്നെ എല്ലാ ദിവസമൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഈ മാറാല എന്ന് പറയുന്നത് എപ്പോഴും അത് പെട്ടെന്ന് പിടിക്കും. നമ്മൾ സ്ഥിരം നടക്കുന്ന വീടിനകത്ത് കൂടെ തന്നെ സ്ഥിരം ഇങ്ങനെ നടക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ ഒരു നേരെ ഒന്ന് ഇങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും കാണാൻ 8 കാലി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഒന്ന് വല കെട്ടിയിട്ടുണ്ടായിരിക്കും. അതേപോലെ ജനലിൻ്റെ മുകളിൽ ഉണ്ടാവും. അത് കാണുമ്പോൾ അപ്പം ഒന്നിങ്ങനെ തട്ടിക്കളയുന്നല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ക്ലീനാക്കാൻ നടക്കുന്നത് 2-3 ദിവസം കൂടുമ്പോഴേക്കേ ചെയ്യുള്ളൂ. ഈ നമ്മളുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ വാഷ് ബേസിൻ വെക്കുന്നത് ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കണം. ഡൈനിങ്ങിൽ നിന്ന് നോക്കിയാൽ കാണും ചെയ്യരുത്, ഒരുപാട് ദൂരമല്ല, എന്നാൽ ഡൈനിങ്ങിൽ നിന്ന് നോക്കിയാൽ കാണരുത്, ലിവിങ്ങിൽ നിന്ന് നോക്കിയാലും കാണരുത്, അങ്ങനെ ആക്കി തരണം എന്ന് പറയുന്നു. കറക്റ്റ് എൻ്റെ എന്താ പറയുക, മനസ്സിലുള്ള പോലെ തന്നെ അങ്ങനെയുള്ളൊരു പ്ലേസിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, റംസീന ഈ വാളിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരുമെന്ന്. ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതേപോലെ വേറെ ആരോ പറഞ്ഞിട്ട് ഞാനിത് മുൻപ് കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും കാണിക്കുകയാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ എല്ലാവരെയും അറിയണ്ടായിരിക്കും, ആ കുട്ടി എൻ്റെ നാട്ടിലുള്ളതാണ്, കുമ്പിടിയിലുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തി കൊടുക്കൊന്നും വേണ്ട. എൻ്റെ വീട്ടിലുള്ളവരേനും ഏട്ടൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ചിലപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവും. പിന്നെ ആ കുട്ടിക്ക് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോഴേ മനസ്സിലായിണ്ടാവും. എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ പേരൊക്കെ വീഡിയോ കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഇനി ഞാൻ വീണ്ടും പറയാത്തത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള കാരണമാണ് തോന്നുന്നുണ്ട്. വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ. അല്ലെങ്കിൽ രാവിലെ തുടങ്ങുമല്ലോ ചൂട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുത്താമ്പള്ളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാറ്റർഡേ ആണ് പോയിരുന്നത്. എന്നിട്ട് ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ പോലെ തന്നെ അതിലിപ്പോൾ സൂര്യൻ കൂടി ഉണ്ട് പ്രാവശ്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ സൂര്യൻ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡും കൂടി വന്നു. അന്ന് കണ്ടിരുന്നല്ലോ, സെയിം അതുപോലെ തന്നെ. അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. സെയിം അവിടെ വേറെ വേറെ സ്ഥലങ്ങളിൽ നടക്കുന്നതും ഷോപ്പുകളിലും അല്ല തറികളിലും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ സെയിം തന്നെയല്ലേ അന്ന് ചെയ്ത്, സെയിം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ കൊടുന്ന കാര്യങ്ങൾ എടുത്ത സെറ്റ് മുണ്ടും കാര്യങ്ങളും സാരികളായാലും സാരിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാരി ഞാൻ ഒരുപാടൊന്നും എൻ്റെ അടുത്ത് സ്റ്റോക്ക് വെച്ചിട്ടില്ല. വേഷ്ടി മുണ്ട് തന്നെയാണ് അധികം സ്റ്റോക്ക് ഉള്ളത്. പിന്നെ ഇപ്രാവശ്യം കൊണ്ടുവന്ന വേഷ്ടി മുണ്ടിനുള്ള പ്രത്യേകത പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മറ്റ് സാധാ വേഷ്ടി മുണ്ടിനേക്കാളും നല്ല റേറ്റ് കൂടും. പ്രീമിയം ക്വാളിറ്റി പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ അത്രയും പ്രീമിയം തന്നെയാണ്. മറ്റതിനൊരു പുളിയിലക്കര അല്ലെങ്കിൽ ആറേഞ്ച് കട്ടിക്കര എന്നൊക്കെ പറയുമ്പോൾ 500-നുള്ളിൽ നിൽക്കുമായിരുന്നു. ഇതാ അങ്ങനെയല്ല, എബവ് 700 ആണ് വരിക പ്രീമിയം ക്വാളിറ്റി മുണ്ടുകൾക്ക്. ചെറിയ കരയൊക്കെ തന്നെയാണുള്ളത്, പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ വ്യത്യാസം കാരണം കൊണ്ടാണ് അത്രയും റേറ്റ്. ഇവിടെ ഈ നിൽക്കുന്ന മാവിൻ്റെ മുകളത്തെ മാങ്ങ വീണിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വലിയ മാങ്ങയാണ്. അപ്പോൾ അതങ്ങനെ പഴുത്ത് വീഴുമ്പോൾ അത് അവിടെ ആകെ ഭയങ്കര വൃത്തികേടാവുകയാണ്. അതാണ് ഞാനവിടെ വെള്ളം ഒഴിച്ച് കഴുകുന്നത്. ആ മാങ്ങ
നമുക്ക് കഴിക്കാനും പറ്റില്ല. അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ പുഴുക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെ രാവിലത്തെ വലിയ പണികളൊക്കെ കഴിഞ്ഞു. ക്ലീനിങ് ആണല്ലോ നമ്മുടെ വലിയൊരു പണി. ക്ലീനിങ് കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു, ഇനി കുക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ എന്നും ചോറ് കുറച്ച് കുറവാക്കിയിട്ട് അരി ഇടുള്ളൂ. ചോറ് ഒരു ഇത്തിരിയെങ്കിലും രാത്രിയിലേക്ക് എന്തെങ്കിലും രാവിലത്തെ പലഹാരം എന്തെങ്കിലോ അല്ലെങ്കിൽ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ട്, മറ്റത് ചോറ് എപ്പോഴും നമ്മൾ അധികമാണ് വെക്കുക. എന്നിട്ട് ആ ചോറ് ഞാനത് ഫ്രിഡ്ജിൽ അധികം ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എപ്പോഴും കളയുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അത് കാരണം ഒന്ന് കുറച്ച് വെക്കും. ബാക്കിയുള്ളത് നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും സ്റ്റൂ ആണ് കേട്ടോ വയ്ക്കുന്നത്. നൂൽപുട്ട് ഇടിയപ്പം, നൂൽപുട്ട് എന്ന് പറയുന്നത് ഇടിയപ്പം, നമ്മളവിടെ നൂൽപുട്ട് എന്നാണ് പറയുക. അതാണ് എൻ്റെ അടുത്ത് ഞാൻ ഏതൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടാണ് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഷോർട്ട് വീഡിയോയിലാണോ അതോ ലോങ് വീഡിയോയിലാണോ കുറേ പേര് ചോദിക്കിയിരുന്നു അതിൻ്റെ റെസിപ്പി, അതൊന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ പേര് ഓർമ്മയില്ല ചോദിച്ചവരുടെ. കുറേ പേരുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അതിനൊന്ന് വിശദീകരിച്ച് പറയാം. പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. അത് കാരണമാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. എല്ലാവർക്കും അറിയണം, നോർമലായിട്ടുള്ള ഒരു രീതിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു ഒന്നുമില്ല. ഇടിയപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു കാര്യമല്ലേ. എല്ലാവരുടെയും മെയിൻ പ്രശ്നം പറയുന്നത് അതിങ്ങനെ നമ്മൾ ആ നൂലിങ്ങനെ വരില്ലേ, പിഴിയില്ലേ, അതിൻ്റെ ആ മാവ് പിഴിയുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അതിലേക്ക് ചേർക്കണ വെള്ളവും എല്ലാം പറയാനാണ് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ 2 കപ്പ് അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കപ്പ് എടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ വേറെ സ്പൂണാണ് ഇട്ടിരുന്നത്. അപ്പോൾ കറക്റ്റ് 2 കപ്പ് പൊടിയാണെങ്കിൽ 2 കപ്പിനേക്കാളും ഒരു 2.25 കപ്പെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ചധികം, 2 കപ്പിനേക്കാളും അധികം വെള്ളം വേണം. എന്നാൽ ഒരുപാട് വെള്ളം ആവരുത് ചെയ്തിട്ട്. 2.25 2.5 ഒന്നും വേണ്ട, ആ ഒരു അളവിൽ. പിന്നെ ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാ പൊടിക്കും ഒരേ അളവായിരിക്കില്ല. ചിലപ്പോൾ 1-2 സ്പൂണിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും ചെയ്യും. ഗ്യാസ് വർക്ക് ഏരിയയിലേക്കുള്ളത് എത്തിയിട്ടില്ല. അതാണിപ്പോൾ കിച്ചണിൽ ചോറ് വെപ്പ്. അതാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടിരുന്നത്. ഇത് സ്റ്റൂവിലേക്കുള്ള കഷ്ണങ്ങൾ, ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഞാൻ ഇടയ്ക്ക് വെക്കുന്നതാണല്ലോ. അതാണ് ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് കേട്ടോ. ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴും അധികം ഈ സ്റ്റൂ ആണ് വെക്കാറ്. മറ്റു കറികളൊക്കെ വെക്കും, പക്ഷേ കൂടുതൽ ഇഷ്ടം സ്റ്റൂവിനോടാണ്. അതാണ് ഇത് ഇടയ്ക്ക് വെക്കുന്നത്. അപ്പോൾ പൊടിയിൽ അരിപ്പൊടി സാധാ നമ്മൾ ഇടിയപ്പം പൊടി വാങ്ങിക്കില്ലേ, അത് തന്നെ. ഇടിയപ്പം പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാൻ ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, അതിൻ്റെ ഒരു പാകം ഇത്രയാണ്. ഒരുപാട് വെള്ളമല്ല, എന്നാൽ വെള്ളം തീരെ കുറവല്ലാത്ത ഈ ഒരു പാകത്തിൽ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴയ്ക്കുക. കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റ് ആവും ആ കുഴക്കലിന്. പിന്നെ ഒന്ന് നന്നായിട്ട് അങ്ങനെ ഉരുളൊരുട്ടിയിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. പിന്നെ അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ചെറുതായിട്ടെങ്കിലും ആവുമല്ലോ, അതെല്ലാം നന്നായിട്ട് അപ്പം തന്നെ തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് തുടയ്ക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതവിടെ ഇങ്ങനെ പൊടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഭാഗം അപ്പോൾ തന്നെ അങ്ങ് ക്ലീൻ ആക്കി വയ്ക്കുക. അപ്പോൾ എപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ വർക്ക് ചെയ്യാനും നല്ല സുഖമാണ്. പിന്നെ അരിപ്പൊടിയിലേക്ക് ഒഴിക്കുന്ന വെള്ളം നല്ല ഇങ്ങനെ വെട്ടി തിളക്കില്ലേ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് അതിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിലവർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പൊടി ഇടും തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പത്തിരിക്ക് മാത്രമേ, നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കില്ലേ, അതിലേക്ക് മാത്രമാണ് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ നല്ല തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക, പൊടിയിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ചെയ്യാറ് ഞാൻ. ഇത് സ്റ്റൂവിലേക്കുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ എടുക്കുന്നതാണ്. തീരെ വെള്ളം ചേർക്കാണ്ട്, ചൂടുവെള്ളം ഒന്നും ചേർക്കാണ്ട്, അപ്പോഴേ ചിരകിയ തേങ്ങയാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം കുടഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അതിൽ നിന്ന് വരുന്ന പാല് കിട്ടിയാൽ മതി. പക്ഷേ നല്ല കട്ടിയുള്ള പാലായിരിക്കുമല്ലോ. പിന്നെ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ ആദ്യത്തെ പാലിങ്ങ് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ രണ്ടാമത്തത് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മിക്സിയിൽ ഇടാറുള്ളൂ. മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും ഇങ്ങ് എടുക്കും.
ആദ്യം കഷ്ണങ്ങളൊക്കെ വേവിച്ചല്ലോ സ്റ്റൂവിലേക്കുള്ളത്, ഉപ്പും വെള്ളം ഒഴിച്ചിട്ട്. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണല്ലോ, രണ്ടാം പാൽ ഒഴിക്കില്ല. പിന്നെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് കുരുമുളക് ഇട്ടെടുക്കണം. ഒന്ന് ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഉപ്പിടുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കുക. അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ഞാനിവിടെ എനിക്ക് ചിരി വന്നത് ഇതിങ്ങനെ ആലോചിച്ചിട്ട്. എല്ലാവരും പറയും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും ഇതിങ്ങനെ എന്താ പറയുക, നൂലിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് എന്ന്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ആ ചില്ല് എന്നാണ് പറയുക, അച്ചെന്നോ അങ്ങനെ എന്തോ, അത് രണ്ട് തരത്തിലുള്ള, ആ നൂലിനുള്ളത് രണ്ട് തരത്തിലുള്ള ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ചെറിയ നൂലിൻ്റെ അതാണ് ഉപയോഗിക്കാറ് കേട്ടോ. മറ്റത് ഒരു നൂഡിൽസിൻ്റെ പാകത്തിനുള്ള ഒരു ഹോളുള്ളതുണ്ട്. അത് പക്ഷേ അത് മിക്സ്ചർ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അത് നൂൽപുട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നതല്ല, ചെറിയ നൂലുള്ളതാണ്, ചെറിയ ഹോളുള്ളതാണ് എടുക്കുന്നത്. വർക്ക് ഏരിയയിലുള്ള ഗ്യാസ് ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ എല്ലാം 4 പാത്രം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നേരത്തെ വെച്ചതാണ്. അതിൻ്റെ സിമ്മിലിട്ടിട്ട് വേണമല്ലോ ഈ വെണ്ടയ്ക്ക ഉപ്പേരി ഇങ്ങനെ നന്നായിട്ട് ആക്കിയെടുക്കാൻ. അപ്പോൾ അതിങ്ങനെ ചെറിയ സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതാണ് കുറേ നേരമായിട്ട് ആ പാത്രം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് ചോറിലേക്കുള്ള കറിയാണ് കേട്ടോ, അതായത് മോര് കാച്ചുന്നതാണെന്ന്. ഇത് ഇത്തിരി പുളി അധികമായി, അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട്. സാധാരണ വെറുതെ മോര് കാച്ചുന്നതിൽ തേങ്ങ അരയ്ക്കാറില്ല ഞാൻ. പുളി കൂടുതലായിട്ട് തോന്നിയപ്പോൾ ഒരു പിടി തേങ്ങ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നൂൽപുട്ട് ഉണ്ടാക്കിയത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചെറിയ നൂലായിട്ടുള്ള നൂൽപുട്ടാണ്. ഇതിനി അങ്ങനെ കുറേ നേരം ഇതേ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. 4 മണിക്ക് കൂടിയും കുറച്ചധികം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂര്യന് 4 മണിക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് കുറച്ചധികം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. അതിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മോര് കാച്ചുന്നതിൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ഒക്കെ ചതച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ വറവിലേക്ക് ഇതങ്ങ് മോര്, ഞാനിപ്പോൾ ഇത്തിരി തേങ്ങയെന്ന് പറഞ്ഞല്ലേ, അത് സാധാരണ തേങ്ങ ഇടാറില്ല കേട്ടോ. അങ്ങനെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പിരിയാതെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ കറികളൊക്കെ റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സ്റ്റൂവിലാണെങ്കിൽ രണ്ടാം പാലിൽ ഇതൊക്കെ നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്, കുറച്ച് വേപ്പില കൂടി ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ സ്റ്റൂ. ഇത് ഏട്ടനെല്ലാം ലഞ്ച് പാക്ക് ചെയ്യുന്നതാണ്. ചോറിലേക്ക് ഒരു കടുമാങ്ങച്ചാറ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി, മോര് കാച്ചിയത്, എല്ലാം വളരെ സിമ്പിളാണ്. ഇനി അധികം പണികളൊന്നുമില്ല. ഇതേപോലെ കറികളൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് വേറെ ബൗളിലേക്കൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കുക. പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാഴ്സൽ അയക്കാൻ പോകാനുണ്ട്. കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ സൂര്യനൊക്കെ കൂടിയിട്ട്, ഞാനും സൂര്യനും കൂടിയിട്ട് അതൊക്കെ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി വൈകിട്ട് പോയാൽ മതി. അവർ സമയം പറഞ്ഞെങ്കിൽ 10:30-11 മണിക്കൊക്കെ വരാനാണ് പറയുക എപ്പോഴും പോസ്റ്റ് ഓഫീസിൽ. അതായത് അവർക്കൊരു ടൈം ഇങ്ങനെ തിരക്കില്ലാത്തൊരു സമയം നോക്കിയിട്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ വെച്ചിട്ട് അതായത് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുളിക്കണം, എന്നാൽ പിന്നെ കുറച്ചുകൂടി വൈകിട്ട് കുളിക്കും. ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്തായാലും 11:30 ആവട്ടെ. എന്തായാലും 12 മണിൻ്റെ മുൻപ് ചെല്ലണം. പിന്നെ 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ അധികം തിരക്കായി പോകും. ആ തിരക്കുള്ള സമയത്തേക്ക് ചെല്ലണ്ട. 10:30 ഞാൻ ഇപ്പോൾ പോകണില്ല. ഒരു 11 മണി 11:30 കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുത്താമ്പുള്ളി പോയ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന എല്ലാ ഡിസൈൻസും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ. ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടാണ് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തത്. കണ്ണിന് കുറച്ച് പവർ കുറവായിരുന്നു എഡിറ്റ് ചെയ്യണ സമയത്തേ. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി അധികം, ഇപ്പോൾ അതിൽ നോക്കി പുറത്തേക്ക് നോക്കുമ്പോൾ ആകെ ബ്ലറായി, കുറച്ച് നേരത്തിന് എന്തോ പോലെയാണ് കണ്ണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു പവറുള്ളൊരു ഗ്ലാസ്സൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും എഴുത്തായാലും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ എഡിറ്റിങ്ങും
എന്തെങ്കിലും വായിക്കാനുള്ള അതിന് മാത്രം കണ്ണട വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇനി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാം. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഇട്ടതിന് ഒരു എന്താ പറയുക, 10ാം നൂറ്റാണ്ടിൽ ബസ് കയറാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അവർ നമ്മളിടുന്ന ഡ്രസ്സ്, അതായത് ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. അത് മനസ്സിലാക്കാതെ കുറേ വിമർശനങ്ങളായിട്ട് കുറേ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരവിടെ പറയും, അവർ പറയേണ്ടത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ പറയട്ടെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പോസ്റ്റ് ഓഫീസിലും പോയി വന്നു. പിന്നെ വന്ന് കുളിച്ചു. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകാനുള്ളൊരു വ്രതം, വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഏട്ടനും സൂര്യനും പോകുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെയാണല്ലോ ചിട്ടകളൊക്കെ അല്ലേ. പുറത്തിറങ്ങിയാൽ കുളിച്ചിട്ട് വേണം ഉള്ളതൊക്കെ. ഞാനിപ്പോൾ ബൈക്കിലാണ് പോയി വരുന്നത്, ഒക്കെ ശരിയാണ്. എന്നാലും അങ്ങനെ ഒരു ചിട്ടയുള്ള കാരണമാണ് ഞാൻ അങ്ങനെ കുളിക്കുന്നത്. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം. നമ്മളുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. മറ്റുള്ളവർക്കത് പറയാം, ശരിയാണ്. അവർ അറിയും, എന്താ ഞങ്ങൾക്ക് പറഞ്ഞൂടെ, സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയും. ശരിയാണ്, അവർ പറയട്ടെ, അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. പക്ഷേ നമ്മൾ ഇന്ന ഡ്രസ്സും ഇടണം എന്നുള്ളത് മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് അവരവരുടെ സന്തോഷത്തിൽ ജീവിക്കാനുള്ളത് ഓരോ ജീവിതം ഇങ്ങനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ഓരോരുത്തരുടെ സ്വന്തമായിട്ട്. അത് അവരവർ ജീവിക്കുക, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ഈ എന്തിനും ഏതിനും കുറ്റം പറയുന്നവർ അവരുടെ സന്തോഷമാണ് അവരത് കാണിക്കുന്നത് കുറ്റം പറയുന്നതിലൂടെ. അപ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും. ശരി, അത് അവർ കുറ്റം പറഞ്ഞ് ജീവിക്കട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സൂര്യൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്ക് കുത്താമ്പുള്ളിയിൽ നിന്ന് കൊടുന്ന വേസ്റ്റ് മുണ്ടൊക്കെ കാണിക്കണമെങ്കിൽ നീ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് അവന് സോപ്പിട്ട് പിടിക്കുകയാണ്. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് മതി, ഇപ്പോൾ മഴക്കാറാണ്. പക്ഷേ ആ മഴക്കാറ് മാറലുണ്ടായില്ല. അങ്ങനെ ഈവനിങ്ങിലാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ കുത്താമ്പുള്ളി പോയി, പിന്നെ അതിൽ പ്രീമിയം സെറ്റ് മുണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വേറെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് എടുത്തതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സെറ്റ് മുണ്ടുകളൊക്കെ കൊടുന്നപ്പോൾ പ്രീമിയം ക്വാളിറ്റി കൊണ്ടുവരുമെന്ന് കുറേ പേര് പറഞ്ഞതാണ്. പ്രീമിയം ക്വാളിറ്റിക്ക് നല്ല റേറ്റാണ്. മറ്റതിനൊക്കെ അത്ര റേറ്റ് ഇല്ലല്ലോ. ഇതിന് പ്രീമിയം ക്വാളിറ്റി തുടങ്ങുന്നത് തന്നെ 750 760 ആ റേഞ്ചിലാണ്. ബ്ലൗസ് ഇല്ലാതെ കേട്ടോ, ഈ സെറ്റ് മുണ്ട് മാത്രം. അത്രയും ക്വാളിറ്റി ഉണ്ട്. പ്രീമിയം ക്വാളിറ്റി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ്, അതാണ് അത്രയും റേറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രീമിയം ക്വാളിറ്റി ഇതേപോലെയുള്ള പുളിയിലക്കരയും കരകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാനൊന്ന് കൊണ്ടുവന്നതാണ്. ഇതിനൊക്കെ വില 760 ആണ് കേട്ടോ. ബ്ലൗസ് ഇല്ലാതെയാണ്, ബ്ലൗസിന് 180 ആണ് കേട്ടോ. ഇത് ഗ്രീൻ ആണ്. കളർ ഉണ്ടല്ലോ, വെളിച്ചുണ്ടല്ലോ അല്ലേ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കാം. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ. എൻ്റെ കര വരുന്നത് എങ്ങനെയാണ്, ചെറിയൊരു കസവുണ്ട്. എല്ലാതും ചെറിയ വ്യത്യാസമുണ്ട്. കര ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. ഇത് അജ്രക് ഡിസൈൻ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 750 ആണ്. ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ 750 എന്ന് പറഞ്ഞത്. ഇനി മുള്ളോത്തുണ്ട്, മുള്ളോത്ത് ഡിസൈൻ. അതിൻ്റെ മേലെ കൂടെ ഞാൻ വെച്ചല്ലേ. 750 ആണ്.
ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 550 കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 മുള്ളോത്ത് ഡിസൈനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 2 ഇഞ്ച് കട്ടിക്കരയിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 ആണ്. ഇതെല്ലാം മുള്ളോത്ത്. ഞാനിതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട് എല്ലാവരും. അപ്പം ഞാനിത് എടുത്തപ്പോൾ ഇതിൽ കൂടെ അങ്ങോട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിനെല്ലാം ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ വെച്ചപ്പോൾ ഇതിൽ ഏതിലോ ഒന്ന് മാറിപ്പോയതാണ്. ഇനിയിപ്പോൾ ബ്ലൗസ് നിങ്ങൾക്ക് വേണ്ട എങ്കിലും ഓക്കെ, ബ്ലൗസ് ഇല്ലാതെ സെറ്റ് സാരി സെറ്റ് മുണ്ട് മാത്രമായിട്ടും എടുക്കാൻ. ഇനി അടുത്തത് സാരിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ സാരി കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് സാരി ഒന്ന് എടുത്തതാണ്. ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. ഈ ബ്ലാക്ക് ആൻഡ് റെഡിനൊരു പ്രത്യേക ലുക്കാണ്, ഒരു എലഗന്റ് ലുക്ക്. എവിടെ നിന്നൊക്കെയോ കയറി വരും ഈ കോമ്പിനേഷന്. ഇനി അടുത്തത് ഇനി എല്ലാം കോട്ടൺ സാരികളാണ്. ഒരെണ്ണം കോട്ടൺ ലിനൻ ഉണ്ട്, അത് കാണിക്കാം. ഇതിന് ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് കല്യാണി കോട്ടൺ. ഇതിൻ്റെ മറ്റേതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിന് 1060 കേട്ടോ വരുന്നത്. ഇതാണ് പല്ലു. ഇനി ഇതൊരു കോട്ടൺ സാരിയാണ്. ഇത് 875 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 875 ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പല്ലു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1900 ആണ്. ഇതൊരു ഫങ്ഷനൊക്കെ ഇട്ടാൽ അടിപൊളിയാവും. അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്നത് ഇതാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ സാരിയും സെറ്റും മുണ്ടും ഒക്കെ കണ്ടല്ലോ. ഇനി സെറ്റും മുണ്ട് പുതിയ കളക്ഷൻ വരുന്നുണ്ട്, പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അതൊരു നെക്സ്റ്റ് വീക്ക് കിട്ടും. അപ്പോൾ അത് കാണിക്കാം. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് വെക്കാറായി. ഇതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഒരു വെളിച്ചം വരട്ടെ, മഴക്കാരൊക്കെ ഒന്ന് അങ്ങ് പോയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ലേറ്റായിട്ടാണ് ഇത്രയും നേരം വൈകിയത്. പിന്നെ സെറ്റ് സാരി ഹാൻഡ്ലൂമിൻ്റെ എല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളത് കളക്ഷൻ ഇവിടെ എൻ്റെ വീട്ടിലെത്തിച്ചിട്ടില്ല. അത് ഒരു ഹാൻഡ്ലൂം സാരിക്ക് സെറ്റ് സാരിക്ക് തന്നെ എബവ് 4000 വരും. അതിൻ്റെ അങ്ങോട്ട് മുകളിലേക്കാണ് എല്ലാം. അത് കാരണമാണ് ഞാൻ ഇപ്പോൾ എടുക്കാത്തത്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് വെച്ചിട്ടാണ്.
പിന്നെ ഓർഡർ ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് നമ്പർ ഞാനിതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് മെസ്സേജ് ഓൺലിയാണ് കേട്ടോ, കോളില്ലേ. അപ്പോൾ ഞാനും സൂര്യനും കൂടിയിട്ട് ഇനി ചായ കുടിക്കട്ടെ, നൂൽപുട്ടും സ്റ്റൂവും കഴിക്കട്ടെ. ഇന്ന് ഞാനും കഴിക്കാനിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രി വേറെ ഫുഡൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.